നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യത. ഇന്ന് 400 മുതൽ 500 മെഗാവാട്ട് വരെ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുമെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്തെ വാഹന മോഡിഫിക്കേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ പൊതുജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ അറിയിക്കാൻ സൗകര്യമൊരുക്കി മോട്ടോർ വാഹന വകുപ്പ്. അഭിപ്രായം അറിയിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഓൺലൈൻ സർവേ തുടങ്ങി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കേരളത്തിൽ നടത്തിയ പ്രകടനങ്ങളിൽ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് CPI പാർലമെന്ററി പാർട്ടി നേതാവ് കെ രാജൻ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കെ രാജൻ MLA കത്ത് നൽകി. പ്രിയദർശിനി സർവീസുകളിൽ തട്ടിപ്പ് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ ഉടൻ സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ KSRTC CMD നിർദ്ദേശം നൽകി. പരമാവധി ഓർഡിനറി ബസ്സുകൾ പരിശോധിക്കാൻ വിജിലൻസ് സ്ക്വാഡുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോടശ്ശേരി വെട്ടിക്കുഴിയിലെ വീട്ടുപറമ്പിൽ വനപാലകർ ഒരുക്കിയിരുന്ന കെണിക്കൂട്ടിൽ പുലി കുടുങ്ങി. ചക്കാലക്കൽ റോയുടെ വീട്ടുപറമ്പിൽ വെച്ചിരുന്ന കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. പ്രദേശത്ത് 1.5 മാസമായി ഭീതി പരത്തിയ പുലിയാണ് കുടുങ്ങിയത്. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴ ശക്തമായി. തൃശൂരിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അത്താണി സെന്ററിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടി. വെസ്റ്റ് ബംഗാൾ സ്വദേശി SK ബുൾബുളിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ VJ ജോയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം നടത്തി. പെരിഞ്ഞനത്ത് നടന്ന സമ്മേളനം സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ ഊർജിതപ്പെടുത്തുകയും പുനരധിവാസ പദ്ധതികൾ പുനരാവിഷ്കരിക്കുകയും ചെയ്യണമെന്ന് ദലോർമകൾ 8ാം വാർഷിക സമ്മേളനം സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. തൃശൂർ വിവേകോദയം സ്കൂളിൽ നടന്ന സമ്മേളനം കവി PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. റോഡപകടത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ പിന്നിലിരുന്ന ആളുകൾക്ക് പരിക്കേറ്റതിനെ തുടർന്നുണ്ടായ നഷ്ടപരിഹാര തുക വെട്ടിക്കുറയ്ക്കാനാകില്ലെന്ന് ഹൈക്കോടതി. അപകട കാരണം വാഹനം ഓടിച്ചയാളുടെ അശ്രദ്ധയാണെങ്കിൽ പോലും പിൻസീറ്റിലിരിക്കുന്ന ആളിന്റെ നഷ്ടപരിഹാരം കുറയ്ക്കാനാവില്ലെന്നാണ് കോടതിയുടെ വിശദീകരണം. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഓഫീസർമാരായി VV ജീഷ്, PB അജി, അഖിൽ അജിത്ത് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചുള്ള സ്മരണികയുടെ വിതരണം തുടങ്ങി. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA സ്മരണിക കവി സുധാകരൻ പാവറട്ടിക്ക് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. തോളൂർ സെന്റ് അൽഫോൺസ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. ഫാദർ പോൾ മാളിയമ്മാവ് കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വെള്ളാങ്ങല്ലൂർ പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും പീപ്പിൾസ് നീതി ലാബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം നടത്തി. കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. തൃശൂർ കളക്ടറേറ്റ് കോമ്പൗണ്ടിലെ കുടുംബശ്രീ ശ്രേയസ് കഫേ ക്യാന്റീനിന്റെ സീലിംഗ് അടർന്നു വീണു. സീലിംഗ് വീണ് ഫാനുകൾ തകർന്നു. തളിക്കുളം പഞ്ചായത്തും കുടുംബശ്രീ CDSഉം സംയുക്തമായി അഗതിരഹിത കേരളം ഗുണഭോക്താക്കൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടില്ലെന്ന് ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കാൻ ദേവസ്വം കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സണെതിരെ ചിലർ വ്യക്തിവിരോധം തീർക്കുന്നതിന് വേണ്ടിയാണ് ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകരെ കൂട്ടുപിടിച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇരിങ്ങാലക്കുട കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി. റിസർവ് ബാങ്കിന്റെ നടപടി വന്നതിനാൽ MP ജാക്സൺ ഇപ്പോൾ ബാങ്കുമായി യാതൊരു ബന്ധമില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജും ഗ്രന്ഥപുരയുമായി സഹകരിച്ച് താളിയോല ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് നാളെ തുടക്കം കുറിക്കും. താളിയോലകൾ ശേഖരിച്ച് ഡിജിറ്റലൈസേഷൻ നടത്തി പഠനാവശ്യങ്ങൾക്കും മറ്റു പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മായന്നൂർ കുത്താമ്പുള്ളി പുതിയ പാലത്തിന് സമീപം തെരുവുനായ ശല്യം രൂക്ഷം. വാഹനയാത്രക്കാർക്കും തെരുവുനായ്ക്കൾ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള മാള യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KB അനിൽകുമാർ അധ്യക്ഷനായി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ അന്നപാടം സ്വദേശി വലിയകത്ത് വീട്ടിൽ നവാസാണ് അറസ്റ്റിലായത്.
കൊടുങ്ങല്ലൂരിൽ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിലെ മോഷണ മുതലുകൾ വാങ്ങിയ ആക്രിക്കടക്കാരൻ അറസ്റ്റിൽ. മോഷണ മുതലുകൾ അമിത ലാഭത്തിനായി വാങ്ങി സൂക്ഷിച്ചതിന് മാള കോട്ടമുറി സ്വദേശി തെഗുവിൽ വീട്ടിൽ അലിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. ഇന്ന് പുലർച്ചെ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു അന്ത്യം. 67 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 11-ന് വടകരയിലെ സ്വവസതിയിൽ നടക്കും. കൊരട്ടിക്കരയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. തിരുവനന്തപുരത്ത് നിന്ന് തലശ്ശേരിയിലേക്ക് പോകുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസും ചങ്ങരംകുളത്ത് നിന്ന് എരുമപ്പെട്ടിയിലേക്ക് പോകുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.